അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പുതിയൊരു സാധനം മേടിച്ചിട്ടുണ്ട് കേട്ടോ. വേറെ ഒന്നുമല്ല, DJIയുടെ ഒരു മൈക്കാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു അൺബോക്സ് ചെയ്തതാണ്. എന്നാലും നമുക്കിത് എങ്ങനെയാണ് എന്താണെന്നൊക്കെ നിങ്ങളെ പരിചയപ്പെടുത്താമെന്ന് വെച്ചിട്ട് ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. നമ്മുടെ ലാമ്പിക്കുട്ടൻ ഇവിടെ ഫുഡ് അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. കണ്ട ഭയങ്കര ബഹളമാണ് അത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം. ഒരു ഫസ്റ്റ് ഇംപ്രഷൻ എന്നുള്ള നിലയ്ക്ക് പാക്കിംഗ് ഒക്കെ നല്ല ഗുഡ് ക്വാളിറ്റി പാക്കിംഗ് ആണ്. DJIയുടെ ഓൾമോസ്റ്റ് എല്ലാ പ്രോഡക്റ്റുകളും അത്യാവശ്യം നല്ല പാക്കേജ് തന്നെയാണ്. ഇതിൽ വേണ്ടില്ല മെയ്ഡ് ഫോർ ഐഫോൺ എന്നുള്ളതാണ് ഇവർ റെക്കമെൻഡ് ചെയ്യുന്നത്, ഐഫോണുകൾക്ക് വേണ്ടിയിട്ടുള്ള മോഡൽ എന്നുള്ളതാണ്. പക്ഷേ ഇത് ആൻഡ്രോയിഡിലും കണക്ട് ചെയ്യാൻ പറ്റും. അതിനുള്ള കണക്ടറും അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മെയ്ഡ് ഫോർ ഐഫോൺ മീൻസ് ദാറ്റ് ഇലക്ട്രോണിക് ആക്സസറി ഹാസ് ബീൻ designed to connect specifically to iPhone and has been certified that developer to meet Apple performance standard. ഓക്കെ, അപ്പോൾ കുറച്ചുകൂടി ബെറ്റർ പെർഫോമൻസ് ആപ്പിൾ ഡിവൈസിലായിരിക്കുമെന്നാണ് ഇത് പറയുന്നത്. സമയങ്ങൾ കണ്ട് തുറന്നു നോക്കാം. ഓൾറെഡി ഞാൻ ഇത് അൺബോക്സ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ജസ്റ്റ് പുള്ളി ചെയ്യുന്നു. ദെൻ തുറക്കുമ്പോൾ തന്നെ നമുക്കിവിടെ എന്താണ് ഇതിൻ്റെ ഉള്ളിലുള്ളത്. ഒരു ചാർജിങ് കേസ് ഉണ്ട്, പിന്നെ റിസീവർ, ട്രാൻസ്മിറ്റർ 2 എണ്ണം, പിന്നെ ക്യാരിങ് പൗച്ച്, ഹോട്ട് ഷൂ അഡാപ്റ്റർ, പിന്നെ വിൻസ്ക്രീൻ 2 എണ്ണം, മൊബൈൽ ഫോൺ അഡാപ്റ്റർ ലൈറ്റ്നിങ്, അതായത് ഐഫോണിന് വേണ്ടിയിട്ടുള്ളതും ടൈപ്പ് സിയും വരുന്നുണ്ട്, ക്യാമറ ഓഡിയോ കേബിൾ, അതായത് നമുക്ക് ഇതിൻ്റെ റിസീവർ ക്യാമറയിലേക്ക് കൊടുക്കാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്, പിന്നെ ഒരു ഇൻസ്ട്രക്ഷൻ മാനുവൽ, ക്ലിപ്പ് മാഗ്നറ്റ് വരുന്നുണ്ട്. അത് ഇതിൻ്റെ ഒരു സ്പെസിഫിക് ഫീച്ചർ ആട്ടോ, അടിപൊളി ഫീച്ചറാണ്. ഒരു ചാർജിങ് കേബിൾ, ഇത്തരം കാര്യങ്ങളാണ് ഇതിനകത്ത് വരുന്നത്. അപ്പോൾ നമുക്ക് തുറക്കുമ്പോൾ ഇത്തരത്തിലൊരു ബോക്സ്, ഇതിനുള്ളൊരു പൗച്ച് വരുന്നുണ്ട്. പൗച്ച് തുറക്കുമ്പോൾ പൗച്ചിൻ്റെ ഉള്ളിൽ ഒരു ചാർജിങ് കേബിൾ വരുന്നുണ്ട്. അത് ടൈപ്പ് സി ആണ്. ടൈപ്പ് സി ചാർജിങ് കേബിൾ വരുന്നുണ്ട്. ദെൻ വാട്ട്സ് ഇൻസൈഡ്. ഇതിനകത്ത് കയറുന്ന സമയത്ത് ഇത്തരം സാധനങ്ങളാണ് ഇതിനകത്ത് വരുന്നത്. 2 വിൻഷീൽഡ് വരുന്നുണ്ട്. ഓക്കെ, ദെൻ ആർക്കും വേണ്ടാത്ത കുറച്ച് പുസ്തകം. യെസ്, ഇതാണ് നമ്മുടെ ക്യാമറയിലേക്ക് കണക്ട് ചെയ്യാനുള്ള, അതായത് DSLR പോലെയുള്ള ക്യാമറകളിലേക്ക് കണക്ട് ചെയ്യാനുള്ള കേബിളാണിത്. പിന്നെന്താ, നത്തിങ്. അപ്പോൾ ഇതൊരു ഇങ്ങനെ ടൈറ്റ് ചെയ്യാൻ പറ്റുന്നൊരു കേസാണ് ഇത് തന്നിട്ടുള്ളത്. ഓക്കെ, ഗുഡ്. പിന്നെ വിൻഷീൽഡൊക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള വിൻഷീൽഡ് തന്നെയാണ് കേട്ടോ. നമുക്കിത് വെച്ച് യൂസ് ചെയ്ത് നോക്കാം. എവിടെയെങ്കിലും അടുത്ത വ്ളോഗുകളിലൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇത് രണ്ടും ഇതിൻ്റെ കൂടെ വരുന്നുണ്ട്. ഒരു ടൈപ്പ് സി തന്നെയാണ്. ദെൻ ദ റിയൽ പ്രോഡക്റ്റ് ഇതാണ്. ഇതിനകത്ത് വളരെ കോമ്പാക്റ്റ് ആയിട്ടുള്ളൊരു ഡിസൈനാണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. നല്ല ഇതിപ്പോൾ നമ്മളൊരു ആപ്പിളിൻ്റെ പ്രോഡക്റ്റൊക്കെ മേടിച്ചിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും. അവരുടെ ആപ്പിളിൻ്റെ പാക്കിങ്ങും ഇവരുടെ ഒരു പാക്കിങ് ഏകദേശം ഒരേ ക്വാളിറ്റിയിലാണ് മാനേജ് ചെയ്തിട്ടുള്ളത്. നമുക്ക് തൽക്കാലം ഈ ബോക്സ് കൊടുത്ത് മാറ്റി വയ്ക്കാം. നമ്മുടെ സാധനങ്ങളൊക്കെ മാറ്റിയിരിക്കട്ടെ. ഓക്കെ, ഇതാണ് നമ്മുടെ പ്രോഡക്റ്റ് അൺബോക്സ്ഡ്. DJI. അപ്പോൾ ഇവിടെ ഒരു ബ്രാൻഡിങ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതാണ് ഈ ബോക്സ് ചാർജ് ചെയ്യാനുള്ളൊരു ഇത് ആക്ച്വലി റിസീവറാണ്. ദെൻ 2 ട്രാൻസ്മിറ്റർ വരുന്നുണ്ട്. അപ്പോൾ നമുക്കിത് ജസ്റ്റ് ഇതിൻ്റെ ഒരു പ്രത്യേകത, നമുക്ക് ഇത് ഓൾറെഡി പെയ്ഡാണ്. ജസ്റ്റ് ടേക്ക് ഇറ്റ്. ഈ പറഞ്ഞ 2 ഡിവൈസ് നമ്മൾ പുറത്തേക്ക് എടുക്കുക, ഓട്ടോമാറ്റിക്കലി പെയ്ഡാണ്. ഇപ്പോൾ ഞാൻ സംസാരിക്കുന്ന ഓഡിയോ ലെവലൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഇതിനകത്ത്. കണ്ടോ? ആദ്യം നമുക്ക് ഇതിൻ്റെ ഫീച്ചർ എന്താണെന്ന് നോക്കാം. അപ്പോൾ ഇതിനകത്ത് വരുമ്പോൾ നിങ്ങൾക്ക് കാണാം ഇവിടെ ഈച്ച് പോഡ്സ്, അതായത് ഇത്തരത്തിൽ വരുന്ന 2 മൈക്സ് ഉണ്ട്. അപ്പോൾ ഈ 2 മൈക്കുകളിലും നമുക്ക് റെക്കോർഡ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. ഇത് കണ്ടോ, ഇവിടെ റെക്കോർഡ്, ഇവിടെയും റെക്കോർഡ്. അപ്പോൾ ഇതെന്താണെന്ന് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്ത് തന്നെ സ്റ്റോറേജ് വരുന്നുണ്ട്. 8 GB ആണ് വായിച്ചപ്പോൾ മനസ്സിലായത് ഇൻ്റർനെറ്റിൽ നിന്ന്. അപ്പോൾ ഇത് പ്രസ് ചെയ്ത് കഴിയുന്നുണ്ടെങ്കിൽ ഒരു വൈബ്രേഷൻ വരുന്നുണ്ട്. ദെൻ ഇവിടെ ഒരു റെഡ് ലൈറ്റ് വിച്ച് മീൻസ് ഇറ്റ് ഈസ് റെക്കോർഡിങ്. ഓക്കെ, പിന്നെ ആസ് യൂഷ്വൽ ഒന്നുകൂടി ഞെക്കി കഴിഞ്ഞാൽ അത് സ്റ്റോപ്പ് ആവും. പിന്നെ ഇത്തരത്തിലൊരു ക്ലിപ്പിങ് വരുന്നുണ്ട്. നമുക്ക് ഷർട്ടും ഇതൊക്കെ ക്ലിപ്പ് ചെയ്യാൻ. ദെൻ ദിസ് ഈസ് വാട്ട് മാഗ്നറ്റിക് എന്ന് പറഞ്ഞിട്ടുള്ള സംഭവം. നല്ല ടൈറ്റാട്ടോ, അത് അത്യാവശ്യം നല്ല സ്ട്രോങ് ആണ്. അപ്പോൾ ഇത് നമ്മുടെ ഷർട്ടിൽ നമുക്ക് ഉള്ളിലൂടെ ഇത് ചെയ്തിട്ട് ക്ലിപ്പ് ചെയ്ത് വയ്ക്കാൻ പറ്റും. അപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് ഇത് ക്ലിപ്പ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അതിൻ്റെ ഒരു ബെനിഫിറ്റ്. പിന്നെ ഇതിൽ വരുന്നത്, ഇതിന് ഇൻഡിപെൻഡൻ്റ് ആയിട്ടൊരു ടൈപ്പ് സി പോർട്ട് ഉണ്ട്. ജസ്റ്റ് പ്ലഗ് ഇൻ ടു യുവർ കമ്പ്യൂട്ടർ ആൻഡ് ഇറ്റ് വിൽ ഓപ്പൺ ഇറ്റ് ആസ് എ മെമ്മറി കാർഡ്. നമുക്ക് കോപ്പി ചെയ്യാം. ഫയൽസൊക്കെ സിമ്പിളായിട്ട് കോപ്പി ചെയ്ത് വാട്ട് എവർ വി വാണ്ട്. ലെവലിയർ മൈക്കായിട്ട് നമുക്ക് കണക്ട് ചെയ്യാനുള്ള ഓപ്ഷനും ഇവർ തരുന്നുണ്ട്. ഇത് നമുക്ക് പോക്കറ്റിലോ എവിടെയെങ്കിലും വെച്ചിട്ട് ജസ്റ്റ് വയേർഡ് മൈക്ക്, നമുക്ക് ലെവലിയർ മൈക്ക് നമുക്ക് കണക്ട് ചെയ്യാനുള്ള ഓപ്ഷനും 2 പോർട്സിലും വരുന്നുണ്ട്. സോ ദിസ് ബോക്സ് ഇറ്റ് സെൽഫ് എ ചാർജർ. അപ്പോൾ ഇത് ചാർജ് ചെയ്ത് കഴിഞ്ഞാണെന്നുണ്ടെങ്കിൽ നമുക്ക്
ഇതിനകത്തിട്ടിട്ട് നമുക്ക് ഈ ആപ്പിളിൻ്റെയൊക്കെ എയർപോഡ്സ് ചാർജ് ചെയ്യില്ല നമ്മൾ അത്തരത്തിൽ. ഇതിപ്പോൾ ഇതൊരു ആപ്പിളിൻ്റെ എയർപോഡാണ്, ഇത്തരത്തിലുള്ള ഒരു ഫെസിലിറ്റിയാണ്. ഇത് നമ്മൾ ചാർജ് ചെയ്യും. ഇതിൻ്റെ ഉള്ളിൽ ഈ 2 പോർട്സിന് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ചാർജിങ് അല്ലെങ്കിൽ ബാറ്ററി കപ്പാസിറ്റി ഉണ്ടായിരിക്കും. അതുപോലെ തന്നെയാണ് ഇതിന് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ബാറ്ററി കപ്പാസിറ്റി ഉണ്ട്. ഇതിന് ആസ് വെൽ ആസ് സ്റ്റോറേജ് കപ്പാസിറ്റിയും കൂടി ഉണ്ട്. ഇതിനകത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാം ഇത്തരത്തിൽ നമുക്ക് ആ ചാർജ് ചെയ്യാനുള്ള ഒരു സംഗതി അവിടെ നമുക്ക് കാണാം. പിന്നെ നമുക്ക് ഇത്തരത്തിലൊരു അഡീഷണൽ ആക്സസറി ആയിട്ട് ടൈപ്പ് സിയുടെ ഒരു ഇത് വരുന്നുണ്ട്. വളരെ ക്വാളിറ്റി ഉണ്ട് കേട്ടോ, നല്ല ക്വാളിറ്റി ഉണ്ട്. ഇത് നമുക്ക് കയ്യിൽ പിടിക്കുമ്പോൾ തന്നെ ഫീൽ ചെയ്യുന്നുണ്ട് അതിൻ്റെ ക്വാളിറ്റി. ഓൾറെഡി ഞാനിപ്പോൾ നമ്മുടെ ഐഫോണിൻ്റെ ഓൾറെഡി ഇതിനകത്ത് കണക്ട് ചെയ്ത് വെച്ചേക്കാണ്. ഇതൊന്നുമില്ല, ജസ്റ്റ് പുള്ളി ചെയ്യുക, അതേമാതിരി പ്രസ് ചെയ്യുക, ജസ്റ്റ് ലോക്കാവും. അതേപോലെ നമുക്കിവിടെ ഒരു ഓഡിയോ മോണിറ്റർ ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. ഒരു DSLR വെച്ച് ഷൂട്ട് ചെയ്യുന്ന സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ നിന്നൊരു ഔട്ട്പുട്ട് എടുത്തിട്ട് നമുക്ക് നമ്മുടെ ഹെഡ്ഫോണിലേക്ക് കണക്ട് ചെയ്യാം. അതുപോലെ തന്നെ ഒരു ഔട്ട്പുട്ട് ഇത് നമുക്ക് ഈ കേബിൾ ഉപയോഗിച്ച് നമ്മുടെ DSLRലേക്ക് ദാറ്റ്സ് ഇറ്റ്. ആൻഡ് വി ക്യാൻ ചെക്ക് വാട്ട് ആർ ഓൾ ദ കോൺഫിഗറേഷൻസ്. ഇപ്പോൾ ഇത് എടുത്ത് നമ്മൾ കുറച്ച് നേരം ഇങ്ങനെ അനങ്ങാണ്ട് വെച്ച് കഴിഞ്ഞാൽ ഇത് ഓഫായി പോകും കേട്ടോ. അപ്പോൾ നമ്മളിത് പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്ത് ഓണാക്കണം. ഓക്കെ, ചെറിയൊരു ടച്ച് സ്ക്രീനാണ്. അപ്പോൾ ഇതിനകത്ത് കുറേ ഫീച്ചേഴ്സ് വരുന്നുണ്ട്. ഇപ്പോൾ കണ്ടില്ലേ, മോണോ റെക്കോർഡിങ്, സ്റ്റീരിയോ റെക്കോർഡിങ്, അത്തരത്തിൽ കുറേ ഓപ്ഷൻസ് വരുന്നുണ്ട്. പിന്നെ അത് നമ്മളിതിലേക്ക് കണക്ട് ചെയ്യണം. സ്റ്റീരിയോ റെക്കോർഡിംഗ് ഓപ്ഷനുള്ള ഡിവൈസിലേക്ക് കണക്ട് ചെയ്താൽ അതൊക്കെ എനേബിൾ ആവുള്ളൂ. അതുപോലെ തന്നെ റിസീവർ ഗെയിൻ, അതൊരു അടിപൊളി ഫീച്ചറാണ്. ഈ റിസീവറിന് സാധാരണ വയർലെസ്ലി ട്രാൻസ്മിറ്റ് ചെയ്യുന്ന പല ഡിവൈസുകൾക്കുള്ളൊരു പ്രോബ്ലമാണ് ഗെയിൻ. അപ്പോൾ അത് നമുക്ക് ഓപ്ഷനുണ്ട്, അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. അത് എത്ര dB കൂട്ടിയും കുറച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. നെക്സ്റ്റ് ഓപ്ഷൻ വോളിയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ ചിലവരുടെ വോയിസ് ഭയങ്കര ഹൈ ആയിരിക്കും, ചിലരുടെ വോയിസ് ഭയങ്കര ലോ ആയിരിക്കും. അപ്പോൾ അത്തരത്തിൽ വരുന്ന സമയത്ത് നമുക്ക് ഈ ഒരു ഫീച്ചർ ഉപയോഗിച്ചിട്ട് നമുക്കത് കൂട്ടിയും കുറച്ചിടാം. അപ്പോൾ എൻ്റെ കമ്പാരിറ്റീവ്ലി വളരെ ലോ വോയിസാണ്. അപ്പോൾ ഞാനതിന് അനുസരിച്ചൊരു 4 dB ഡെസിബിൾ നമ്മൾ കയറ്റിയിട്ടിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ഈ ക്വാളിറ്റിയിൽ നമുക്കത് റെക്കോർഡ് ചെയ്യും, ആ ഒരു ഇതിൽ റെക്കോർഡ് ചെയ്യും. അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നുണ്ടെങ്കിൽ ട്രാൻസ്മിറ്റർ സെറ്റിങ്സ് ആണ്. അപ്പോൾ അതിനകത്ത് ലോ കട്ട് വരുന്നുണ്ട്, പിന്നെ ട്രാൻസ്മിറ്റർ ഗെയിൻ നമ്മൾ ഡിസ്കസ് ചെയ്തു, പിന്നെ റെക്കോർഡ് സ്റ്റോപ്പ് ലോക്ക്, ഓട്ടോ റെക്കോർഡ്, ദെൻ വൈബ്രേഷൻ നോട്ടിഫിക്കേഷൻ, പിന്നെ LED ബ്രൈറ്റ്നസ്, അത് ഇതിൻ്റെ ബ്രൈറ്റ്നസ്സും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ട്രാൻസ്മിറ്റർ സെറ്റിങ്സിൽ വരുന്നുണ്ട്. പിന്നെ ഒരു ഗ്ലോബൽ സെറ്റിങ്സ് ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് ബ്രൈറ്റ്നസ് അഡ്ജസ്റ്റ് ചെയ്യാൻ നമുക്ക്, പിന്നെ പുതിയൊരു ഡിവൈസ് വേണമെങ്കിൽ ഇതിലേക്ക് ആഡ് ചെയ്യാം. ദെൻ നമ്മുടെ ഭാഷ, ഒരു ഡേറ്റ് ടൈം. ഈ ഡേറ്റ് ടൈം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫീച്ചറാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന ഡേറ്റും ടൈമും ഇതിനകത്ത് വെച്ച് ആ ഒരു ടൈം സ്റ്റാമ്പ് വെച്ചിട്ടായിരിക്കും ഓരോ വോയിസും സ്റ്റോർ ചെയ്ത് പോവുക. അത് വെച്ചിട്ടായിരിക്കും നമുക്ക് നമ്മുടെ ഓഡിയോയും വീഡിയോ ആയിട്ട് ലിങ്ക് ചെയ്യാനും പറ്റുക. ഇതിനകത്ത് ഒരു റീസെറ്റ് വരുന്നുണ്ട്, ഫാക്ടറി റീസെറ്റ്, ദെൻ ഒരു വേർഷൻ, ഒരു കംപ്ലയൻസ് ഇൻഫോ, ജസ്റ്റ് അവരുടെ ടെക്നിക്കൽ കാര്യങ്ങളൊക്കെയാണ്. ഇപ്പോൾ 2 പോർട്സും നമ്മൾ എടുത്ത് പുറത്ത് വെച്ചിട്ടുള്ളതുകൊണ്ട് ആ 2 പോർട്സിന് റെക്കോർഡാവുന്ന വോളിയത്തിൻ്റെ ആ ലെവലാണ് ഇതിനകത്ത് കാണുന്നത്. ഓക്കെ, പിന്നെ ഇതിനകത്തോട്ട് തിരിച്ച് നമ്മൾ പ്ലഗ് ഇൻ ചെയ്യാണ്. അപ്പോൾ അങ്ങനെ പ്ലഗ് ഇൻ ചെയ്യുന്ന സമയത്ത് കണ്ടില്ലേ, ആ പോർട്സ് ഓട്ടോമാറ്റിക്കലി ഡിസ്കണക്റ്റ് ആയി, റെക്കോർഡിംഗ് അല്ല. ദെൻ നമ്മൾ ഈ പോർട്സ് വീണ്ടും തിരിച്ച് അതിനകത്തേക്ക് തന്നെ ഇടുകയാണ്. അപ്പോൾ ഇതിന് സൈഡ് ഉണ്ട് കേട്ടോ, സൈഡ് കറക്റ്റായിട്ട് തന്നെ ഇടണം. ഓക്കെ, പോർട്സ് അതിനകത്ത് ഇട്ടു, ദെൻ ക്ലോസ് ചെയ്തു, ദെൻ നമ്മൾ ഓപ്പൺ ചെയ്യണം സമയത്ത് കേട്ടോ ആ 2 പോർട്സിനും ബാറ്ററി ബാക്കപ്പ് കാണിക്കും. 3 പോർട്സിലും കാണിക്കും ആക്ച്വലി. അപ്പോൾ ഫസ്റ്റത്തേൽ 15 മണിക്കൂർ റെക്കോർഡ് ചെയ്യാം, സെക്കൻഡിൽ നമുക്ക് 15 മണിക്കൂർ കണ്ടിന്യൂസ് റെക്കോർഡിംഗ് ടൈമാണ്. ദെൻ ഇതിൽ ആ ടൈം ദെൻ ഇതിൽ നമ്മുടെ ഒരു ബാറ്ററി ബാങ്കിൻ്റെ ചാർജിങ് ഇവിടെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുക. ഓക്കെ, ഇതാണ് നമ്മുടെ DJIയുടെ മൈക്ക് സെറ്റ്. അപ്പോൾ നമുക്കിതിൻ്റെ ഇപ്പോൾ ഇത്ര നേരം നിങ്ങൾ കേട്ട ഐഫോണിൻ്റെ ഡീഫോൾട്ട് മൈക്കിലാണ്. സോ ലെറ്റ് സീ വാട്ട് ഈസ് ദ ഡിഫറൻസ്. ഇനി കേൾക്കാൻ പോകുന്നത് നിങ്ങൾ DJIയുടെ മൈക്ക് കണക്ട് ചെയ്തിട്ടായിരിക്കും. ക്വാളിറ്റി എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മളിപ്പോൾ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് DJIയുടെ മൈക്കിലാണ്. എൻ്റെ പൊന്നെ മോളെ, വൈഫിൻ്റെ ഷോളൊക്കെ എടുത്ത് അവിടെ കടിച്ച് പറിച്ചിട്ടുണ്ട്. മിക്കവാറും കോമഡി ആയിരിക്കും കാര്യങ്ങൾ. അപ്പോൾ നമ്മളിപ്പോൾ കേട്ടോണ്ടിരിക്കുന്നത് DJIയുടെ മൈക്കിലുള്ള റെക്കോർഡിംഗ് ആണ്. അപ്പോൾ ഇതിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളും റെക്കോർഡിംഗ് ആവുണ്ടോ എന്ന് പോലും എനിക്കറിയില്ല. ഇത് നമ്മൾ എഡിറ്റ് ചെയ്തിട്ട് കഴിയുമ്പോഴേ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ ലാമ്പിക്കുട്ടി ഭയങ്കര കുറുമ്പാണ് കേട്ടോ. കുറുമ്പ് നിനക്ക് ഇത്തിരി കൂടുണ്ട്, കണ്ടില്ലേ, മേത്തൊക്കെ കംപ്ലീറ്റ് ചെളിയാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ നമ്മൾ ലാമ്പിക്ക് ഇങ്ങനെ ഫാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നല്ല ചൂടല്ല, അത് കാരണം ഇങ്ങനെ ഫാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ മൈക്കിൻ്റെ ക്വാളിറ്റി. നിങ്ങൾ സൗണ്ട് ക്ലിയർ ആവുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. എനിക്കിതിൽ ഇൻഡിക്കേഷൻ നല്ല രീതിയിൽ കാണാനുണ്ട്.
നല്ല സൗണ്ട് കേൾക്കാനുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ബാക്കി നോക്കാം. അപ്പോൾ ഇതിലവർ പറയുന്ന പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കണ്ടില്ലേ 250 മീറ്റർ ട്രാൻസ്മിഷൻ റേഞ്ച് വരുന്നുണ്ട്. പിന്നെ ഡ്യുവൽ ചാനൽ റെക്കോർഡിംഗ് വരുന്നുണ്ട്. 14 മണിക്കൂർ ഓൺ ബോർഡ് മെമ്മറി, വിച്ച് മീൻസ് നിയർലി ഒരു 8 GB ഒക്കെ കാണുമായിരിക്കും എന്ന് വിചാരിക്കണം. അവർ GB പറയുന്നില്ല, 8 GB എന്നുള്ളത് ഞാൻ ഇൻ്റർനെറ്റിൽ റെഫറൻസ് ചെയ്തതാണ്, എവിടേക്ക് കണ്ടു ഞാൻ. ദെൻ പോർട്ടബിൾ ആൻഡ് കോമ്പാക്റ്റ്, അത് കറക്റ്റാണ് അവർ പറഞ്ഞത്. കാരണം ഇത്രയും കോമ്പാക്റ്റ് ആയിട്ടുള്ളൊരു ഡിസൈനാണ് വരുന്നത്. ഇതിപ്പോൾ ഇത് നമുക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. ഇതാണ് DJIയുടെ മൈക്ക്, ഇത് എയർപോഡ്. ഇത് കണ്ടില്ലേ, എൻ്റെ ഹൈറ്റ് നോക്കുന്ന സമയത്ത് ഇത് ഇത്തരത്തിൽ അത്രയും കോമ്പാക്റ്റാണ്. 2 എയർപോഡിൻ്റെ ഒരു സൈസ് ഈ ഒരു സംഗതിക്ക്, അല്ലെങ്കിൽ ഒരു 4 എയർപോഡ് നീളം വീതി നോക്കുകയാണെങ്കിൽ ആ ഒരു സൈസേ ഈ ഒരു സംഗതിക്ക് മൊത്തത്തിൽ വരുന്നുള്ളൂ. വൈഡ് കോമ്പാറ്റബിലിറ്റി, അപ്പോൾ ഇവർ പറയുന്നത് എല്ലാത്തിലും യൂസ് ചെയ്യാം, പക്ഷേ മോസ്റ്റ് കോമ്പാറ്റബിലിറ്റി ഐഫോണിനാണ്. പിന്നെ 15 hours ബാറ്ററി ലൈഫ്. 15 hours ബാറ്ററി ലൈഫ് എന്ന് പറയുന്നത് ഈ ഒരു എൻറ്റയർ പോഡിനാണ്. 15 hours ബാറ്ററി ലൈഫ് ഉള്ളത്, വിച്ച് മീൻസ് ഒരു 2 to 3 ടൈമൊക്കെ ഇത് നമുക്ക് റീചാർജ് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനിയാണ് ഇതിൻ്റെ മേജർ പാർട്ട്. ഇതിൻ്റെ പ്രൈസ് എത്രയാണ്? നമ്മൾ റോഡായിട്ട് കണക്ട് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ റോഡ് ആണല്ലോ ഇപ്പോൾ എല്ലാവരുടെയും ഒക്കെ റോഡ് ആണ് ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മൈക്രോഫോൺ. അപ്പോൾ റോഡായിട്ട് ചെക്ക് ചെയ്യുന്ന സമയത്ത് മാർക്കറ്റ് വാല്യൂവിൽ റോഡിനേക്കാളും പൈസ കൂടുതലാണ് ഇതിന് വരുന്നത്. ക്വാളിറ്റി ഒരു കമ്പാരിസൺ ഞാൻ നോക്കിയിട്ടില്ല, എങ്ങനെയാണ് റോഡ് എങ്ങനെയാണ് ഇതെന്നുള്ളത്. അപ്പോൾ ഞാനിപ്പോൾ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന വോയിസൊക്കെ ഇതിൽ തന്നെയാണ്. റോഡ് ഉപയോഗിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് അറിയാൻ പറ്റും എത്രത്തോളം ഡിഫറൻസ് വന്നിട്ടുണ്ട് എന്നുള്ളത്. റോഡാണോ ബെറ്റർ അതോ ഇതാണോ ബെറ്റർ എന്നുള്ളത്. ഇപ്പോൾ ഇതിനൊരു 34,000 ആണ് ഇതിൻ്റെ ഒരു പ്രൈസ് വരുന്നത്. പല ഷോപ്പുകളിലും ചെറിയ രീതിയിൽ ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഇനി മുതലുള്ള നമ്മുടെ വീഡിയോസൊക്കെ ഈ മൈക്ക് വെച്ചിട്ടുള്ള വീഡിയോസ് ആയിരിക്കും. അപ്പോൾ നമ്മുടെ വീഡിയോസിൻ്റെ ഒരു പോരായ്മ എന്തായിരുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ വോയിസ് ഭയങ്കര ഡിസ്ട്രാക്റ്റഡ് ആയിരുന്നു. കാരണം നമുക്കൊരു മൈക്ക് ഇല്ലാത്തതുകൊണ്ട് ഭയങ്കര ഡിസ്ട്രാക്റ്റ് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഒരു പുതിയ മൈക്ക് സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോസൊക്കെ തൊട്ട് നമ്മുടെ മൈക്കും അതുപോലെ നമ്മുടെ ഐഫോൺ ഉപയോഗിച്ചിട്ടായിരിക്കും ഫുൾ വീഡിയോസ് കണ്ടന്റ് വരിക. അപ്പോൾ സ്റ്റേ ട്യൂൺ. അപ്പോൾ എല്ലാവർക്കും ഈ റിവ്യൂ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ഇനിയും പുതിയ വീഡിയോകളായിട്ടൊക്കെ വരുന്നതായിരിക്കും. അപ്പോൾ സീ യു, ബൈ.